തീരാക്കടം. എത്ര പണിയെടുത്താലും എന്ത് ചെയ്താലും കൊടുത്തു തീർക്കാൻ പറ്റാത്ത തീരാക്കടം അല്ലെങ്കിൽ കടബാധ്യത പൂർണ്ണമായും ഒഴിവാവുന്ന ഒരു ക്രിയയാണ് പറയുന്നത്. ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾ ചെയ്തു നോക്കുക, ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ടും ചെയ്യിപ്പിക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പല ആളുകളും പ്രശ്നമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്തേക്ക് വരും. എത്ര പണിയെടുത്തിട്ടും കടം വീടുന്നില്ല, കടം കൊണ്ട് തന്നെ കടം, അത് ഈ ജന്മം വീട്ടാൻ പറ്റാത്തതാണ്, അങ്ങനെ ഉറക്കമില്ല ഊണുമില്ല ഇതായിട്ട് നടക്കുന്ന ആളുകളുണ്ട്. തീരാക്കടം എന്ന് പറയുന്ന തരത്തിൽ. അതൊക്കെ ഇപ്പോഴത്തെ ലോണൊക്കെ അങ്ങനെയാണ്. 14 വർഷം 15 വർഷം 20 വർഷത്തേക്കൊക്കെയാണ് ലോൺ കൊടുക്കുന്നതും എടുക്കുന്നതൊക്കെ. ജീവിതകാലം മുഴുവൻ അടവ് തന്നെ. ഈ അടവല്ലാതെ മറ്റു തരത്തിലും നാട്ടിലും വീട്ടിലും ഒക്കെ കടമായിട്ട് നടക്കുന്നവര് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇതിന് കിട്ടണ്ടേ എന്നുള്ളത് കൊണ്ടും, ഈ കൊടുക്കാൻ പറ്റാത്ത കാര്യം കിട്ടാനുള്ള ആള് വേണ്ടെന്ന് വെക്കാനും കൂടിയിട്ടുള്ള ഒരു പ്രയോഗമാണിത്. ഇതെന്താണെന്ന് വെച്ചാൽ, കൊടുക്കാൻ നമ്മളിൽ ഇല്ല, മറ്റാൾക്ക് കൊടുക്കും വേണം. ഈ കൊടുക്കാൻ ജമ്മത് പറ്റൂല. പക്ഷെ ഇതിന്റെ പിന്നിൽ മാനസിക സംഘർഷം അടിച്ച് നമ്മളും ജീവിക്കുക, അയാൾ കിട്ടും കുത്തിരിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, ഒരു തരത്തിലും കൊടുക്കാനും പറ്റില്ല, അയാൾക്ക് അത് കിട്ടും വേണം എന്നുണ്ടാവുമ്പോൾ ആ വ്യക്തി വേണ്ടെന്ന് വെക്കാനും നമുക്കല്ലെങ്കിൽ നമുക്കൊരു മാർഗം ഉണ്ടാവാനും ഈ കടബാധിതയുടെ പ്രശ്നം നമ്മുടെ തലേന്ന് പോവാൻ വേണ്ടിയിട്ടുള്ള പല വഴികളും തുറക്കും. അതിൽ 2-3 തരത്തിലാണ് ഉണ്ടാവുക. ഒന്ന്, അയാൾ വേണ്ടെന്ന് വെക്കും, ഇല്ലെങ്കിൽ നമുക്കൊരു വഴി തെളിയും, ഇല്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രശ്നം നമ്മളെ മനസ്സിന് ഫീൽ ചെയ്യില്ല. ഈ കൊടുക്കാനുള്ള പ്രശ്നം നമ്മളെ മനസ്സിന് ഫീൽ ചെയ്യുമ്പോഴാണ് ഇത് ഏറ്റവും വലിയ പ്രശ്നം. കാരണം അയാൾ കാണുമ്പോൾ ഫേസ് ചെയ്യുമ്പോഴൊക്കെ പ്രശ്നം. പക്ഷെ അത് അയാൾക്ക് ഇതിന്റെ ആവശ്യമല്ല, നമ്മളിത് കിട്ടൂല, അയാൾക്ക് അതറിയും ചെയ്യുക. എന്നാൽ നമ്മളെ കൊണ്ട് അതിന്റെ പിന്നിലുള്ള നൂലാമാല നമുക്ക് എഫക്റ്റ് ചെയ്യാതിരിക്കാൻ, പ്രശ്നങ്ങൾ ഫീൽ ചെയ്യാതിരിക്കാനുള്ള ഒരു പരിപാടിയാണ് ഈ പറയുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ സാധാരണ ഞങ്ങളുടെ അടുത്തേക്ക് ഇഷ്ടംപോലെ ആൾക്കാർ വരാണ്. ലോട്ടറി അടിക്കാൻ പൂജയ്ക്ക് വരാറുണ്ട്, കടം വീടാൻ വേണ്ടിയിട്ട്, അല്ല എല്ലാ മേഖലയിലേക്കും ആൾക്കാർ വരും. പക്ഷെ ഇതിനൊക്കെ എന്താന്ന് വെച്ചാൽ, ക്രിയകൾ പണ്ടത്തെ കാലത്ത് ഓരോ ഗ്രന്ഥങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം. കാരണം വീടില്ലേ എന്നുള്ളതോ, അല്ലെങ്കിൽ കൊടുക്കാനുള്ള ആൾക്ക് ഇത് ഉണ്ടാകുമ്പോൾ തന്നാൽ മതി എന്നൊരു വാക്ക് പറഞ്ഞ ആ പ്രശ്നം നമുക്ക് മാറി. ആ ഒരു രീതിയിലേക്ക് ആയി വരാൻ വേണ്ടിയിട്ട് ഇപ്പൊ കടബാധിതയായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ കാര്യം കടം വീടാൻ വേണ്ടിയിട്ട് കടം മേടിച്ചിട്ട് വേണം ഈ പൂജയ്ക്ക് പോകണമെങ്കിൽ ആ നിലയ്ക്ക് ആണ് ഈ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു മാന്ത്രിക ക്രിയയാണ് ഈ പറയുന്നത്. മാന്ത്രിക ക്രിയ എന്ന് പറഞ്ഞാൽ, ഇതിനും ഈ പറഞ്ഞ പോലെ ജാതിയും മതമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഈ തകിടൊക്കെ വിൽക്കുന്ന കടകൾ, പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകളിലൊക്കെ ഈയത്തിന്റെ തകിട് പഠിക്കാൻ കിട്ടും. ഈയത്തകിടിൽ ഈ മന്ത്രം നമ്മൾ പറയുന്നത് എഴുതിയിട്ട് നിങ്ങളത് നല്ലതുപോലെ ഒന്ന് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കഴുകിയതിന് ശേഷം നിങ്ങളത് എന്ത് വേണം, അതിൻ്റെ മേലെ തൊട്ടിട്ട് ജപിക്കണം. ഈ ജപിക്കേണ്ടത് എന്താണ്? ഈ മന്ത്രം. അത് ജപിച്ചു കഴിഞ്ഞാൽ അത് മടക്കിയിട്ട് നാളികേരം തുരന്നിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് അതിലേക്ക് ഇറക്കി വെക്കണം. ഇറക്കി വെച്ചിട്ട് നിങ്ങൾ എന്താണ്, അതിൽ നാളികേരം തുരന്നിട്ട് അതിൽ അരി, നെല്ല്, പൂവ് ഇതിട്ടതിന് ശേഷം നിങ്ങൾ ഈ തകിട് മടക്കി ഉരുട്ടിയിട്ട് അതിലേക്ക് വെക്കണം. ഇതിന് ശേഷം എന്താണ്, വെച്ച് കഴിഞ്ഞതിന് ശേഷം 108 പ്രാവശ്യം അല്ലെങ്കിൽ 1008 പ്രാവശ്യം അല്ലെങ്കിൽ 336 പ്രാവശ്യം എത്രയും ജപിക്കുന്നു അത്രയും നല്ലതാണ്. ഈ മന്ത്രം ജപിച്ചതിന് ശേഷം അത് തൊട്ട് ജപിക്കണം. ഏത് തകിട് തൊട്ടിട്ട് നമ്മൾ 108 ജപിച്ചു, പിന്നെ അതൊക്കെ മടക്കി നന്നായി പ്രാർത്ഥിച്ച് എൻ്റെ കടബാധ്യതകളും ഒക്കെ വീടാനുള്ള മാർഗം ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളത് അതിലേക്ക് വെച്ചു. അതിൽ അരി, നെല്ലും, പൂവും ചേർത്തിട്ടാണ് വെച്ചിട്ടുള്ളത്. വെച്ചതിന് ശേഷം നമ്മളെന്താണ്, അത് കൈ പിടിച്ചിട്ട് 1000 പ്രാവശ്യം വീണ്ടും ജപിക്കുക. അത് 336 പ്രാവശ്യം ഒക്കെയാണ്. അത് ഏറ്റവും മിനിമം ഒരു 1000 ഉണ്ടെങ്കിലാണ് നമുക്ക് ഫലം കിട്ടുക. ഇതിന് വേണ്ടി ഒരു ദിവസം മെനക്കെട്ടാലും കുഴപ്പമില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് വലിയൊരു ആപത്താണ് നമ്മുടെ മേലിൽ നിന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ജപിച്ചതിന് ശേഷം നമ്മൾ നന്നായി കയ്യിൽ പിടിച്ചിരുന്നിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ജപിക്കുന്നത്. ഈ കടബാധ്യത തീരാനുള്ള വഴി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഈ മന്ത്രം ജപിക്കുന്നത്. ഈ ജപിച്ചതിന് ശേഷം ആ നാളികേരം കാർക്കിട്ടടയ്ക്കുക. ഈ കാർക്കിട്ട അടച്ചതിന് ശേഷം നമ്മൾ പറയുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ കൊണ്ടുപോയി കുഴിച്ചിടണം. കുഴിച്ചിടുമ്പോൾ എന്തായി, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നാനാഭാഗത്തു നിന്നുള്ള തരത്തിലുള്ള വരവ് ഉണ്ടാവലോ, അല്ലെങ്കിൽ ഈ കടബാധിതയുടെ പ്രശ്നം നമ്മുടെ മനസ്സിൽ നിന്നും അല്ലെങ്കിൽ കിട്ടാനുള്ള ആൾക്കാർ നമ്മളെ അതിൽ നിന്ന് ഒഴിവാക്കി തരുന്നതാണ്.
അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രിയയാണിത്. ഇതൊക്കെ ഫലിക്കോ ഫലിക്കില്ല എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ചെയ്തു നോക്കുക. കാരണം ഒരു 100% ലോക്കായ ഒരാൾക്ക് ഒരു 50% വിട്ട് കിട്ടിയാൽ തന്നെ നമ്മളെ പ്രശ്നം പകുതിയായല്ലോ. കാരണം അതിൽ പൂർണ്ണമായിട്ട് മാറിയില്ലെങ്കിലും ഒരു 99% ഇതിൽ റിലീസാണ്. കാരണം ഇതൊക്കെ പണ്ടൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിരുന്നു. ഇന്നൊക്കെ ഇത് ചെയ്ത് കൊടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഈ ആൾക്കാരെ കടം എന്ന് പറയുന്നത് ചില്ലറ കടമല്ല, കാരണം കോടികളാണ് കടം. അവരൊക്കെ ഇപ്പോൾ ഈ വരുന്നത്. അപ്പോൾ ഈ ചെറിയ 2000 രൂപയ്ക്കും 3000 രൂപയ്ക്കും വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ബാധ്യത ഏറ്റെടുക്കണ്ടോ വെച്ചിട്ട് ഞാൻ പൂജാ പരിപാടിയൊക്കെ നിർത്തിയെന്നാണ്ട് ഒഴിവാക്കി വിടുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും എപ്പോഴും ആൾക്കാരുണ്ട്. അപ്പോൾ അവർ കടത്തിലായതുകൊണ്ട് നമുക്കൊന്നും തരൂല. ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലോ തരികയാണെങ്കിൽ ചിലപ്പോൾ 1000-2000 തരുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു 2000-ന് അവിടെ 2 ലക്ഷത്തിന്റെ കഥ വർത്തമാനം അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യത്തിൽ ഇടപെടൽ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ചൊറ പിടിച്ച കാര്യത്തിന് നമ്മൾ നിൽക്കാറില്ല എന്ന് മാത്രം. പണ്ടൊക്കെ നമ്മൾ പൂജയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ആൾക്കാർ വന്നിട്ട് മാർഗ്ഗം അല്ലാണ്ടാണ് ശാന്തി അതൊക്കെ പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിതൊക്കെ ചെയ്തു കൊടുത്തിരുന്നു. അതിനൊക്കെ റിലീസായിട്ടുള്ള കാര്യങ്ങൾ അന്നത്തെ കാലത്ത് ഉണ്ടായിട്ടുമുണ്ട്. ആ ഒരു കാര്യം നമ്മൾ ചെയ്യണില്ലെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടി ആയതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഇത് പറഞ്ഞു തരുന്നത്. കാരണം ഒരു വഴിയും പരഗതിയില്ലാതെ നടക്കുകയാണെന്ന് വെച്ചെങ്കിൽ അല്ല ഒരു അടിമുട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു മാർഗം തുറന്നെങ്കിലാന്നുള്ള വിചാരിക്കുമ്പോൾ ഒന്നും പലതും പ്രയോഗിച്ചിട്ടും തൂറ്റിപ്പോയിട്ടും ഫലം കാണാത്തതും ഒക്കെ ഉള്ള ആളുകൾക്ക് ഏത് കർമ്മം കൊണ്ടാണോ നമുക്ക് ഫലം കിട്ടാന്നും നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടും ആണ് ഇത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഇത് ഞാൻ കയ്യിൽ നിന്നിട്ട് എഴുതിയിട്ടുണ്ടാക്കിയ സംഭവമൊന്നുമല്ല. ഇതൊക്കെ സംഭവമൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷേ ഇതൊക്കെ ഒരുപാട് കാലത്ത് മുന്നേ നമ്മൾ ചെയ്തിരുന്നു. അത് 10-15 വർഷം മുന്നേക്കെ നമ്മളിത് ആളുകൾക്ക് ചെയ്തു കൊടുത്തിരുന്ന പ്രതിവിധികളാണ്. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ ഒരു മംഗല്യം അങ്ങനെ ഓരോ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനാണല്ലോ നമ്മുടെ അടുത്തേക്ക് വന്നിരുന്നത്. ഈ മാന്ത്രിക കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രതിവിധികൾക്കാണ് വന്നിരുന്നത്. അപ്പോൾ ആ പ്രതിവിധികളിൽ ചെയ്തു കൊടുത്തിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് ഈ മന്ത്രം ഇതുപോലെ നിങ്ങൾ ചെല്ലുക. 1000 പ്രാവശ്യമാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്തിട്ട് ഓം പാതാള നരസിംഹായേ പരമേശ്വരിയേ സ്വഹ. ഓം പാതാള നരസിംഹായേ പരമേശ്വരിയേ സ്വഹ. ഇതാണ് ഈയത്തകിടിൽ എഴുതേണ്ടത്. ഇത് നാളികേരത്തിന്റെ കണ്ണ് തുറന്നിട്ടാണ് വെക്കേണ്ടത്. അത് നമ്മൾ അത് ഒക്കെ നിറച്ചതിന് ശേഷം ഇത് ജപിച്ച് നമ്മൾ ഈയത്തകിടിൽ എഴുതി അത് ജപിച്ചതിന് ശേഷം നമ്മൾ നാളികേരത്തിൽ നിറച്ചു അരിമ്പൂവൊക്കെ ഇട്ട് നിറച്ചതിന് ശേഷം കാർക്കിട്ടടച്ചിട്ട് നമ്മൾ കോട്ടന്റെ കോടിനൂലുണ്ടല്ലോ, നമ്മളെ വെള്ള നൂല ബേക്കറിയിലൊക്കെ പോയി ആ നൂലെടുത്തിട്ട് നമ്മൾ 21 പ്രാവശ്യം ഇങ്ങനെ ചുറ്റണം. ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ ഇതാക്കിയതിന് ശേഷം ഇങ്ങനെ ചുറ്റിയതിന് ശേഷം നമ്മൾ മുക്കവല എന്ന് പറയാം. 3 കൂടിയ സ്ഥലം വന്നു ചേരുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ കൊണ്ടുപോയി കുഴിച്ചിടുന്നത്. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ റിസ്ക് പിടിച്ചൊരു സംഭവം. കാരണം പഴയ കാലത്തൊക്കെ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എന്നിരുന്നാലും ഒരുവിധം പറ്റാവുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ ചെയ്യാം. ഈ മന്ത്രവാദ പ്രയോഗത്തിൽ 90% കാര്യങ്ങളും ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റാത്തത് ഒന്നെങ്കിൽ അമ്മയുടെ അടിയിൽ കൊണ്ടയ്ക്കാനാവും, ഇല്ലെങ്കിൽ വിറകിട്ട് കത്തിക്കുന്ന അടുപ്പിന്റെ അടിയിൽ കുഴിച്ചിടാനാവും. ഇതുപോലെ തന്നെ ഓരോന്നിനും ആ ചെയ്യേണ്ടതായിട്ടുള്ള ക്രിയാവിധാനത്തിന്റെ പൂർത്തീകരണം ഇന്ന് നടക്കാതെ പോകുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. കാരണം യോഗത്തിലും വിധിയിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഈ തകിട് ഇന്നെ കാര്യങ്ങൾ ചെയ്ത് അമ്മിത്തറയുടെ അടിയിൽ വെക്കുക എന്നാണ്. അപ്പൊ അമ്മിത്തറ എന്ന് പറഞ്ഞ സാധനം കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചെടുക്കണം. പണ്ടത്തെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മുറ്റത്ത് ഒക്കെയാണ് കൂടുതൽ അടുപ്പുണ്ടായിരുന്നത്, വിറകിട്ട് കത്തിക്കലാണ്. അപ്പം നമുക്ക് മാന്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി കുഴിച്ചിടാൻ പറ്റും. ഇങ്ങനത്തെയൊക്കെ പറ്റിയിരുന്ന പരിപാടിയൊന്നും ഇപ്പം ഇന്ന് പറ്റുന്നില്ല. ഈ മുക്കവല എന്ന് പറയുന്നത് ഇപ്പം 3 ഭാഗത്തേക്കുള്ള ഒരു വഴി ചേർന്ന ഭാഗമാണ്. അത് നടുക്കിൽ കുഴിച്ചിടാൻ പറ്റില്ലെങ്കിൽ അരിക്കിലെങ്കിലും കുഴിച്ചിട്ട് ശ്രമിക്കൂ. കാരണം ഫലം കിട്ടുന്നത് നമുക്ക് ചെയ്യാൻ വേണ്ടി ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി ചെയ്യുമ്പോഴാണല്ലോ. അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുഴിച്ചിട്ടു, നമ്മൾ ഉണ്ടാക്കാൻ തയ്യാറായി. ഇതിനൊക്കെ ശേഷം നമ്മൾ എന്തായി, ഇതിനൊരു ദുരിതമുണ്ട് നമുക്ക്. ദുരിതം എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ട കാര്യം നമ്മൾ കൊടുക്കുകയാണല്ലോ, കൊടുക്കാതെ ഒപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള മന്ത്രപ്രയോഗങ്ങളും കാര്യങ്ങളുമാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഈ ചെയ്തതിന് നമുക്ക് ഒരു ദോഷമുണ്ട്. ഈ ദോഷം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഓം നമഃശിവായ എന്ന് ഒരു 108 പ്രാവശ്യമോ അല്ലെങ്കിൽ 1008 പ്രാവശ്യമോ ജപിക്കണം. പിന്നെ ഓം നമോ നാരായണായ നമ എന്ന് നമ്മൾ 1008 പ്രാവശ്യം ജപിക്കണം.
കാരണം എന്താണെന്ന് വെച്ചാൽ ചില ക്രിയകളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടതിനെ അല്ലെങ്കിൽ നമ്മൾ വരുത്തി വെച്ചതിനെ നമ്മൾ മറ്റൊരു തരത്തിലൂടെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, മന്ത്രപ്രയോഗത്തിലൂടെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ മന്ത്രപ്രയോഗത്തിലൂടെ വരുന്നൊരു ദോഷമുണ്ട്. ഈ ദോഷത്തെ നമ്മൾ മാറ്റിയെടുക്കുന്നത് ഒന്നെങ്കിൽ ഈ ഓം നമഃശിവായ എന്നുള്ള മന്ത്രവും ഓം നമോ നാരായണായ നമ എന്നുള്ള കൂടി ജപിച്ചിട്ടാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ഇത് പറ്റിയില്ലെങ്കിൽ നമ്മൾ ഗായത്രി മന്ത്രം ജപിക്കുക. അതൊരു 1008 പ്രാവശ്യം ഓം ഭൂർഭുവസ്വത സൗദൂർവരേണം അത് ജപിക്കുക. ആ മന്ത്രം കൂടി ജപിച്ചിട്ട് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊറുക്കണേന്നും ആ ക്രിയയിൽ വന്ന ദോഷങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞു പോകണേന്നും പ്രാർത്ഥിച്ചിട്ട് നമ്മളിത് ചെയ്യുക. ചെയ്താൽ നിങ്ങളുടെ ലെവൽ വേറെ ലെവലാണ്. കാരണം ഇതൊക്കെ തന്നെയാണ് പഴയ മാന്ത്രികരും മന്ത്രവാദത്തിന് വേണ്ടിയിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ നമ്മളൊക്കെ ചെയ്തു കൊടുത്തിരുന്നതൊക്കെ ഇന്നിപ്പോൾ പല കാര്യങ്ങളുടെ ഇതിനൊക്കെ വ്യത്യാസങ്ങൾ വന്നതുകൊണ്ടും നമുക്ക് ഒരു ആൾക്ക് വേണ്ടി ക്രിയ നടത്താൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂറൊക്കെ സമയം എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് പൂജാ സാധനങ്ങൾ ഉൾപ്പെടെ 4,000-5,000 രൂപ കിട്ടേണ്ടി വരുന്നതിന് അവർ ദാരിദ്ര്യം കഷ്ടപ്പാടും പറഞ്ഞിട്ട് നമുക്ക് 2,000 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ദിവസത്തെ കൂലി കിട്ടൂല. അവരേന്നാണ് ചില പൈസ വാങ്ങും ചെയ്തു. പിന്നീട് ഉണ്ടാവുന്ന പ്രശ്നം എന്താണ്? ഇതിന്റെ പിന്നാലെ നടത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മളിലാവും ചെയ്തു. അപ്പൊ അതുകൊണ്ട് എന്താണ്, നമ്മുടെ ജീവിതം പരാജയപ്പെടുകയാണ്, മക്കളായാലും കുടുംബമായാലും ഒക്കെ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പറഞ്ഞത്. അപ്പോൾ ഉണ്ടെങ്കിൽ അങ്ങനെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ വൈദ്യം ജ്യോതിഷം മാന്ത്രികം നിങ്ങളുടെ വിരൽ തുമ്പിലുണ്ടായിരിക്കും.